ലിസി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് സാമ്പാർ വയ്ക്കണം. വായി നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം. പരിപ്പ് കഴുകി അടപ്പത്തിട്ടുണ്ട്. കുറച്ച് ചെറിയ ഉള്ളി, കൂട്ടത്തിൽ 2 സബോള വലിയ ഉള്ളിയും കൂടി ഇടുന്നുണ്ട്. വേപ്പിൻ്റെ ഇല, പച്ചമുളക്, തുണ്ടം കായ ഇടുന്നുണ്ട്. മൂടി വെച്ച് വേവട്ടെ. പരിപ്പ് അപ്പുറത്ത് വേവട്ടെ. ഇവിടെ കുറച്ച് നാളികേരം വറുത്തെടുക്കാം. കുറച്ച് എണ്ണ ഒഴിക്കണം. നാളികേരം ഇടുന്നു. സാമ്പാറിലേക്ക് വറക്കാനുള്ളതാണ്. കുറച്ച് ഇഞ്ചി ഇടുന്നു. ഇഞ്ചി, രണ്ട് വെളുത്തുള്ളി ഇടുന്നുണ്ട്. ഇപ്പോൾ നാളികേരം പാകമായി. അതിൽ തൊണ്ട് മഞ്ഞൾപ്പൊടി ഇടണം. ഇത്തിരി മുളകും പൊടി ഇടണം. മല്ലിപ്പൊടി ഇടണം. നമ്മളിതിൽ സാമ്പാർ പൊടി ഇടുന്നുണ്ട്. വീട്ടിലുണ്ടാക്കിയ സാമ്പാർ പൊടി അത് കുറച്ച് ഇടുന്നുണ്ട്. ഇതിൽ വീട്ടിലുണ്ടാക്കി വെച്ചുള്ള സാമ്പാർ പൊടിയാണ്. അത് കുറച്ചിടുന്നുണ്ട്. അത് പാകമായി. ചൂടാറട്ടെ. ചെമ്മീൻ ചമ്മന്തി പൊടിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ചെമ്മീൻ വെള്ളത്തിലിട്ട് കഴുകട്ടെ. അപ്പോൾ ചെമ്മീൻ വറുത്തെടുക്കട്ടെ ആദ്യം. മറ്റേതൊക്കെ ഒന്ന് ചൂടാറട്ടെ. അപ്പോഴേക്കും ചെമ്മീൻ വറുത്തെടുക്കാം. ആദ്യം ചെറുള്ളി വെളുത്തുള്ളി ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇഞ്ചി ഒന്ന് വാടി വരട്ടെ. രണ്ട് വേപ്പിൻ്റെ ഇല ഇടണം. ആവശ്യത്തിനുള്ള പുളി ഇടണം. രണ്ട് പച്ചമുളക് ഇടുന്നുണ്ട്. ചുവന്ന മുളക് ഇടുന്നുണ്ട്. പാകത്തിനുള്ള ഉപ്പും. അപ്പോൾ ഇനി ഇതുകൂടി ഇരുന്ന് ചൂടാറട്ടെ. പരിപ്പുള്ളിയൊക്കെ വെന്തു. നമുക്ക് അരച്ചൊഴിക്കാം. അത് ചൂടാറി അരച്ചെടുക്കട്ടെ. അപ്പോൾ അരച്ചത് ഒഴിക്കണം. പുളിവെള്ളം, പോരാത്ത വെള്ളം ചാറ് കഴുകി ഒഴിക്കണം. പാകത്തിനുള്ള ഉപ്പിടണം. തിളക്കട്ടെ. ചെറിയൊരു കഷ്ണം ശർക്കര ഇടുന്നുണ്ട്. അപ്പോൾ അപ്പുറത്ത് ചട്ടി വെച്ചിട്ടുണ്ട് കടുക് പൊട്ടിക്കാൻ. ചൂടായി എണ്ണ ഒഴിക്കണം. തിളച്ചു. അപ്പുറത്ത് എണ്ണ കാഞ്ഞു. കടുക് ഇട്ട. വേപ്പിൻ്റെ ഇല,
നമ്മുടെ സാമ്പാർ റെഡിയായി. മല്ലിയില ഇടുന്നു. സാമ്പാർ ഇവിടെ റെഡിയായി. അപ്പോൾ ഇത് ചൂടാറി ചെമ്മീൻ ചമ്മന്തി പൊടിക്കട്ടെ, മിക്സിയിൽ പൊടിക്കട്ടെ. അപ്പോൾ ഇത് പൊടിച്ചെടുത്തു. ചെമ്മീൻ ചമ്മന്തി റെഡിയായി. കഴിച്ചോട്ടെ. സൂപ്പറായിട്ട് നിങ്ങളിതുപോലെ പൊടിച്ച് നോക്കുക. അപ്പോൾ സാമ്പാറും ചെമ്മീൻ ചമ്മന്തി ഇന്ന് ഇത്രയൊക്കെയുള്ള. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം. ബായ്.